ഇവിടെ നടക്കുന്ന പോരാട്ടം കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തലകുറിച്ചു പോയ ദിവസമാണ്. കല്ലുകൊണ്ടിട്ട് തലപൊട്ടിച്ചിട്ടും തോന്നാത്ത ചെറുപ്പം പറഞ്ഞ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ റഹീമിനെ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യേണ്ടത് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായ സാഹചര്യം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്ത് കാരണം കൊണ്ടാണെന്ന്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടി അതൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്തേക്ക് മാറുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് ആദ്യകാലങ്ങളിൽ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നീട് പലരും മനസ്സിലാക്കുകയാണ്. അവസാനം അഭിജിത്ത് ദീപ്കയുടെ മെൻറ്റർ തന്നെ ശ്രീ കെജ്രിവാൾ തന്നെ ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ പുറത്തേക്ക് വന്നു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ ചായ്വ് ഓട്ടോമാറ്റിക്കലി വന്നു. എങ്കിലും എല്ലാവരും കണ്ടതാണ് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന കോക്രോച്ച്. അല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ നീറ്റ് എക്സാമിൻ്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. കാരണം ആദ്യമായിട്ടല്ല ചോദ്യപേപ്പർ ചോരുന്നത്, അതല്ല വിഷയം. ചോദ്യപേപ്പർ ചോർന്നത് തെറ്റ് തന്നെയാണ്. എങ്കിലും 10 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് റീ എക്സാം നടത്തുകയും അതിൻ്റെ റിസൾട്ട് വരികയും കുട്ടികളെടുത്ത മേഖലയിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ഇവർ നീറ്റ് എക്സാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ പ്രതികളായിട്ടുള്ള 13 പേരെ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പക്ഷേ ഈ സമരത്തിന് പോയ ആരെങ്കിലും എപ്പോഴെങ്കിലും നീറ്റ് എക്സാമിൻ്റെതുമായി മാത്രമായി സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം അജണ്ട ഒരു സിംഗിൾ പോയിന്റിൽ പിടിച്ചുകൊണ്ട് പിന്നീട് രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു. അവരുടെ അജണ്ട രാഷ്ട്രത്തിനെതിരെ തന്നെയായിരുന്നു. അതിലേക്ക് വന്ന ഒരു പോയിന്റ് മാത്രമാണ് നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നൊരു തൊട്ടു പറയേണ്ട ഒരു പ്രക്ഷോഭമൊന്നുമല്ല ഇത്. ഞാൻ റഹീമിക്കോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, 10 വർഷം കേരളത്തിൽ തുടർച്ചയായി ഭരണം നേടിയ നിങ്ങൾ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ യുവാക്കളെ, പഠിച്ച് ജോലിക്ക് അർഹരായ യുവാക്കളെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു റഹീമെ. അതിനുശേഷം അവിടെ ആയമാരായിട്ട് കോവിഡ് സമയത്ത് ഈ കേരളത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സഹായിച്ച ആയമാർ, അവരെ തിരിഞ്ഞു പോലും നോക്കാത്ത, കളിയാക്കിയ, വിമർശിച്ച ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കാൻ? ആ സമയത്തില്ലാത്ത പുതിയ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനാണോ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? പിന്നെ കേരളത്തിൽ ഇനി നിങ്ങൾ വെറും വട്ടപൂജ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായ സ്ഥിതിക്ക് കേന്ദ്രത്തിലേക്ക് പോകാൻ വല്ലവരും ചെയ്യുന്ന സമരത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ പോയിരുന്ന് ഇംഗ്ലോ സിന്താ വിളിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്ന നിങ്ങളുടെ ഉളുപ്പിനെ ഒരു കാലത്ത് നമ്മൾ കുറച്ച് കാണത്തില്ല. കാരണം നമ്മൾ കണ്ടു നിങ്ങൾക്കൊക്കെ കിട്ടിയ തൊലിക്കെട്ടി മറ്റാർക്കെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്നതാണ്. MA ബേബി ആയാലും ജോൺ ബ്രിട്ടാസ് ആയാലും നിങ്ങളായാലും റഹീം ആയാലും വൃന്ദക്കാർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ കോക്രോച്ച് ജനതാ പാർട്ടി സ്റ്റേജിലേക്ക് ചെന്നിരുന്നത് ഒരിക്കലും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഇന്ത്യയുടെ അഖണ്ഡത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഒരു ഇൻകുലാബിനും യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയില്ലെങ്കിലും നിങ്ങൾ ഈ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നും. എന്തായാലും നാടകങ്ങൾ നടക്കട്ടെ. നിങ്ങൾ ആ നാടകത്തിലെ ഏറ്റവും മികച്ച നടനായി തന്നെ നിൽക്കട്ടെ. വീണ്ടും വരില്ല ഇതുവഴി.